രണ്ട് വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. വൺ ഈസ് എ ആൻഡ് അതർ ഈസ് ബി. ഈ രണ്ട് വ്യക്തികൾ, ഒരാള് ലിവിങ് ഓൺ പർപ്പസ് എന്ന് പറയുന്നു, ബി എന്ന് പറയുന്നത് ലിവിങ് നോട്ട് ഇൻ പർപ്പസ്. എന്താണ് തമ്മിൽ വ്യത്യാസം? അതായത് ലിവിങ് ഓൺ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പവർ ഓഫ് ചോയ്സ് ഉണ്ടാവും, ഏതെന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, പവർ. ഇപ്പൊ നമ്മുടെ കയ്യിനകത്ത് ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ ഏതൊക്കെ സാധനം വാങ്ങണമെന്ന് നമുക്ക് തിരയാനുള്ള കഴിവ്, പവർ ഓഫ് ചോയ്സ് നമുക്കുണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ ആകെ വളരെ കുറഞ്ഞ കാശുള്ളെങ്കിൽ അതിന് കിട്ടുന്നതിനകത്ത് നമ്മൾ എന്താവും? നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും. അവർക്ക് എന്തില്ല? പവർ ഓഫ് ചോയ്സ് ഇല്ല. ഇനി ഫ്രീഡം ടു സേ നോ. നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞാൻ തൊഴിൽ ചെയ്യാൻ തയ്യാറല്ല എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ യു വിൽ ഹാവ് എ പവർ ഓഫ് ചോയ്സ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കാശ് ഇല്ല എങ്കിൽ എത്ര തന്നെ പ്രയാസപ്പെട്ടാലും നിങ്ങളുടെ സമയം കൊടുത്ത് നിങ്ങൾ ആ ജോലി ചെയ്യേണ്ടി വരും. ആൻഡ് യു ഡോണ്ട് ഹാവ് ദ പവർ ഓഫ് ചോയ്സ്. അപ്പോ ഈ പവർ ഓഫ് ചോയ്സ് എന്ന് പറയുന്ന സംഭവം ഒരാൾക്ക് കിട്ടുന്നത് സാച്ചുറേഷനിലൂടെയാണ്. ഈ സാച്ചുറേഷൻ ഇറ്റ് വിൽ ബി വെൽത്തി ഓർ നോളജ് വൈസ് ആവാം, പേഴ്സണാലിറ്റി ബേസിസ് ആവാം. എനിക്ക് ഇത് ചെയ്യാൻ എൻ്റെ സമയം ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, തരില്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അവന് പവർ ഓഫ് ചോയ്സ് വേണം. അപ്പോ നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കുക, യു വിൽ ഹാവ് പവർ ഓഫ് ചോയ്സ്. നിങ്ങളുടെ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക, യു വിൽ ഹാവ് പവർ ഓഫ് ചോയ്സ്. യു വിൽ ഹാവ് എ ഫിനാൻഷ്യൽ അബണ്ടൻസ് വർദ്ധിപ്പിക്കുക, യു വിൽ ഹാവ് എ പവർ ഓഫ് ചോയ്സ്. യു വിൽ ഹാവ് ഹൈ പേഴ്സണാലിറ്റി, നല്ല സ്വഭാവം, നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക, യു വിൽ ഹാവ് പവർ ഓഫ് ചോയ്സ്. നോ അതർ വേ. അവർ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഈസ് ദ ഓൺലി വേ ടു ബിക്കം എ പേഴ്സൺ ഹു ഹാവ് ലിവിങ് ഓൺ പർപ്പസ്. ലിവിങ് ഓൺ പർപ്പസിലൂടെ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യല്ലാതെ ഒരു നിവൃത്തിയുമില്ല. ഓക്കെ, ഐ എം ഡോക്ടർ അലി, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് .com. താങ്ക് യു.